നമ്മൾ ട്രിവാൻഡ്രം സെൻട്രലിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ കാണാം KSRTC സ്റ്റാൻഡിൻ്റെ അടിയിൽ ജയിലിലെ ഫുഡ്. അത് കൊള്ളാം. റൈറ്റൊക്കെ ചെറിയ റൈറ്റുള്ള നോക്കിയതിനൊക്കെ ഫുഡിന്. ഒരു 10 മണിക്ക് ശേഷം ചെല്ലുകയാണെങ്കിൽ ചിക്കൻ കിട്ടും. രാവിലെ 8 മണിക്കൊക്കെ ചെല്ലുകയാണെങ്കിൽ മുട്ടയും ഗ്രീൻ പീസ് അങ്ങനത്തെ കറികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതും ചപ്പാത്തി പെറോട്ട. 5 ചപ്പാത്തി ഒരു മുട്ടക്കറിക്ക് ആകെ ആയത് 35 ഉറുപ്പികയെന്ന്. ഓ, ഫ്രീഡം ഫുഡ് ഫാക്ടറി കൊള്ളാം. ഇതാണ് നമ്മുടെ പാക്കറ്റ് സാധനങ്ങൾ. ഇതൊക്കെ അടിപൊളിയാണ്. അത് കത്രികയില്ലേ, കത്രിക കട്ട് ചെയ്യുക. ഇതാണ് പ്ലേറ്റ്, ഈ പ്ലാസ്റ്റിക് കവർ. നമ്മൾ പിന്നെ ചപ്പാത്തിയും പിന്നെ പെറോട്ടയാണ് മേടിച്ചത്. കൂടെ കിട്ടിയതാണെങ്കിൽ നല്ല മുട്ടക്കറി. അത് വയറ് നിറച്ച് കിട്ടും. എന്താ പറയുക, 5 ചപ്പാത്തിയും ഒരു ഫുൾ മുട്ടയും വെറും 35 ഉറുപ്പിക. അങ്ങനെ ഫുഡൊക്കെ വെച്ച് നമ്മൾ വേറൊരു പരിപാടിക്കാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നത്, കോഴിക്കോട് നിന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കാണണമല്ലോ ആ സ്ഥലം. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ബസ്സും തപ്പി ഇറങ്ങി. എൻ്റെ മോനെ, ട്രിവാൻഡ്രത്ത് സ്മാർട്ട് സിറ്റി ബസ്, വിഷയം ബാറ്ററി EV ഇതൊക്കെ ഇനി എന്നാണോ നമ്മളോട് വരുന്നത്. കിട്ടിയില്ല ബസ്. ബാംഗ്ലൂർ പോയ ഫീലുമാതിരി. അങ്ങനെ ടിക്കറ്റിനൊന്നും ചാർജ് ഓർമ്മൊന്നും ഇല്ല കേട്ടോ. ടിക്കറ്റൊക്കെ സെയിം തന്നെ. പിന്നെ എന്താത്തതിന് ഒരു EV ഇറക്കിയത്, സീറോ മെഷീൻ ആക്കാനോ. ഞാനാണെങ്കിൽ അവിടെ വല്ല റൂം എടുക്കാനുള്ള അന്നകമ്മിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, കയ്യിൽ ട്രോളിയും പിടിച്ച്. ഓ, എന്തൊരു ഇതാണ്. വന്ന സ്ഥലമാണ് കിടിലൻ. നോക്കുമ്പോൾ പോയ സ്ഥലത്തിൻ്റെ അടുത്ത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഏരിയ ആണ്. കുറേ ഫ്ലൈറ്റൊക്കെ ചെയ്യണതാണ്. നൈറ്റ് ഇതേ ഒരു ആവശ്യത്തിന് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ കണ്ണിപ്പെട്ടത്. ഇവിടെയാണ് ശ്രീ പത്മനാഭ ക്ഷേത്രം ഉള്ളത്. ഓ, എന്താലേ, എത്ര ആൾക്കാരെ കാണാൻ പറ്റുന്ന. ഇതിൻ്റെ അടിയിൽ എന്തോ ഇല്ലേ, ലോകം മുഴുവൻ മേടിക്കാൻ പറ്റിയ ഗോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. എനിക്കെന്തോ കേട്ടിട്ടുണ്ട്, എനിക്കില്ല ഐഡിയ ഇല്ല. ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് സൈഡിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടകളും കാര്യങ്ങളൊക്കെ നോക്കി. ഓ, ഇവിടെ പുഴയുടെ സൈഡ് ഉണ്ട് മോനെ. നൈറ്റ് ആയിട്ടുണ്ടാന്ന് തോന്നുന്നു, നല്ല കാറ്റ്. അമ്പലമൊക്കെ കണ്ട് എന്താ അവസ്ഥ അല്ലേ. ഇവിടെ വേറെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീ മാർത്താണ്ഡവർമ്മയുടെ എന്തോ ഐഡിയ ഇല്ല എന്താണ് കാണിച്ചെടുക്കാം. ഈ പുഴയുടെ സൈഡിലേക്ക് ഇരിക്കുമ്പോൾ നല്ല അടിപൊളിയാണ്, കാറ്റൊക്കെ കിട്ടി. അങ്ങനെ തിരിച്ച് റൂമിക്കോട്ടെ. ഇനി ട്രിവാൻഡ്രം കറക്കാണ് ഞാൻ അങ്ങോട്ട് വരാൻ പോണത്. കമലേശ്വരത്തെ റൂം എടുത്തേക്കണം, വിഴിഞ്ഞം പോണ റൂട്ട്. അപ്പോൾ അങ്ങോട്ട് ബസ്സാരാ നിൽക്കണേ. ടൈം ബെറ്റർ. ഇവിടെ ബസ്സൊക്കെ ഇങ്ങനെ കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല. ഗായ്സ്, അങ്ങനെ കമലേശ്വരം ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങി കുറച്ചും കൂടി ഉണ്ട് നടന്നു പോവാൻ. ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ അറേബ്യൻ ബോസ് എന്ന് പറഞ്ഞ കടയുണ്ട്, ഷോപ്പുണ്ട്. അവിടെ തൊട്ടടുത്ത് ഒരു ഇസ്ലാമിക് സെൻറ്റർ, ആ പള്ളിയുടെ മുകളിലാണ് റൂമൊക്കെ എടുത്തേക്കണം. പ്രതീക്ഷിക്കാണ്ടിരുന്നു, എൻ്റെ ഫോണിൻ്റെ ചാർജർ ഫ്രണ്ട് നേരെ ബസ്സിൽ കയറ്റി കൊണ്ടുപോയി. അല്ല, ബസ് കയറിയപ്പോൾ ആ പുള്ളിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയതാണ്. അപ്പോഴാണ് ഈ സംഗതികളൊക്കെ കണ്ടത്. അങ്ങനെ ബാക്കി കാണണുണ്ടോ, അതാണ് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും കാണാം. ബൈ. നമ്മൾ റൂമിലേക്ക് എത്തിയേ.